മെയ് 4, 2024 അതൊരു ശനിയാഴ്ചയായിരുന്നു. പതിവ് പോലെ അനില തൻ്റെ 2 മക്കൾക്കും ഭക്ഷണമെല്ലാം തന്നെ വിളമ്പിക്കൊടുത്ത ശേഷം 8:30 തൻ്റെ വീട്ടിൽ നിന്നും താൻ പോകുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിക്കായിട്ട് പോകുന്നു. സാധാരണ ദിവസങ്ങളിൽ അനില ജോലിക്ക് പോകുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളെക്കാൾ വളരെ നല്ല വസ്ത്രമാണ് ആ ദിവസം അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് 1:30 സമയത്ത് അനില തൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. തൻ്റെ 2 മക്കളോടും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ 2 പേരും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച ശേഷം അനില ആ ഒരു ഫോൺ കട്ട് ചെയ്തു. ഈവനിങ് 5:30 അനില ജോലി കഴിഞ്ഞിട്ട് തൻ്റെ വീട്ടിലേക്ക് എത്തുക. എന്നാൽ ആ ദിവസം 6 മണിയായിട്ടും അനില വീട്ടിലേക്ക് എത്തിയില്ല. അനില വരുന്ന ആ ഒരു ബസ്സിൻ്റെ സമയം നോക്കി കഴിയുകയാണെങ്കിൽ കൃത്യം 5:30 തന്നെ വീട്ടിലെത്തേണ്ടതാണ്. തൻ്റെ ഭാര്യ എന്താണ് ഇത്രയധികം വൈകുന്നത് എന്ന് വിചാരിച്ചിട്ട് അനിലയുടെ ഭർത്താവ് അനിലയുടെ ആ ഒരു ഫോണിലേക്ക് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ഇനി ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അനിലയുടെ ഭർത്താവ് ഇവരെല്ലാവരെയും വിളിച്ചു. പക്ഷേ അവരെല്ലാവരും പറഞ്ഞ മറുപടി ഇവിടേക്ക് വന്നിട്ടില്ല എന്നാണ്. അനില വർക്ക് ചെയ്യുന്ന ഫർണിച്ചർ സ്ഥാപനത്തിലേക്ക് കൂടെ പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം നേരെ ആ ഒരു സ്ഥാപനത്തിലേക്ക് എത്തി. അവിടെ ചെന്ന് അനിലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി കേട്ടിട്ട് അദ്ദേഹം ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. അനില ഇന്ന് ആ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ദിവസം രാവിലെ 10 മണിയോടുകൂടി ആ സ്ഥാപനത്തിലെ ഓണറിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അനില. ഞാനിന്ന് ലീവ് ആയിരിക്കും എന്നതാണ് ആ ഒരു മെസ്സേജിലുള്ളത്. മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ഇതിൽ എന്തെല്ലാമോ ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അനിലയുടെ ഭർത്താവ് ഈ ഒരു കാര്യം, അനില മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം അനിലയുടെ സഹോദരനെ അറിയിക്കുകയാണ്. ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൻ്റെ ഭാര്യ മിസ്സിംഗ് ആണ് എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുകയും ചെയ്തു. ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയ കണ്ണൂർ മാതമംഗലം സ്വദേശിയായിട്ടുള്ള അനില എവിടേക്കാണ് പോയത്? അനിലയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ലോകം. അനിലയുടെ ഭർത്താവ് പെരിങ്ങം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തതിനെ തുടർന്ന് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അനിലയുടെ വീട്ടിൽ നിന്നും അനില ബസ് കയറാനായിട്ട് പോകുന്ന ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട്. തൊടികൾ നിറഞ്ഞു നിൽക്കുന്ന നാട്ടുവഴിയിലൂടെയാണ് അനില നടന്നു പോകാറുള്ളത്. ആ ഒരു വഴിയെ അന്വേഷണ ഉദ്യോഗസ്ഥരും നടന്നു നോക്കി. അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുണ്ടോ എന്ന് അവർ പരിശോധിച്ചു നോക്കി. അനില നടന്നു പോകുന്ന വഴിയിൽ വെച്ച് അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ അനിലയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ച സമയത്ത് മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിക്കുന്നത് അനിലയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മാതമംഗലം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. സോ അനില നടന്നു വരുന്ന വഴിയെ തന്നെയാണ് അനിലയ്ക്ക് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഒരു പ്രദേശത്തുള്ള എല്ലാ തൊടിയും അരിച്ചു പെറുക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും അനിലയുടെ മൊബൈൽ ഫോൺ പോലീസുകാർ കണ്ടെടുത്തു. ഇത്തരത്തിൽ അനിലയുടെ ഫോൺ കയ്യിൽ കിട്ടിയ ശേഷം ആ ഒരു ഫോണിലെ കോൾ റെക്കോർഡ്സും ഡീറ്റെയിൽസും എല്ലാം തന്നെ പരിശോധിക്കാനായിട്ട് സൈബർ സെല്ലിലേക്ക് ആ ഒരു ഫോൺ അയച്ചു കൊടുത്തു. സൈബർ സെല്ലിൽ നിന്നും റിസൾട്ട് വരുന്നതിന് മുമ്പ് മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. മാതമംഗലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന സുദർശൻ എന്ന് പറയുന്ന വ്യക്തി ആ പ്രദേശത്തുള്ള ഒരു റബ്ബർ തൊടിയിൽ സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പോലീസുകാരെ തേടിയെത്തിയത്. പോലീസുകാർ വളരെ വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് എത്തി നോക്കിയ സമയത്ത് ആ ഒരു റബ്ബർ തൊടിയിലുള്ള ഒരു മരത്തിൽ കയറിട്ട് തൂങ്ങിയ അവസ്ഥയിലാണ് സുദർശന്റെ ശരീരത്തെ പോലീസുകാർ കണ്ടത്. ആരാണ് ഈ സുദർശൻ, എന്താണ് അയാളുടെ ജോലി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചപ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് സുദർശൻ. അത് മാത്രമല്ലാതെ കാണാതായ അനിലയുമായിട്ട് സുദർശന് ഒരു ബന്ധമുണ്ട്. സുദർശനും അനിലയും സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ പഠിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പ്രണയിച്ച് മുന്നോട്ട് പോയി എങ്കിലും അതിനുശേഷം സ്കൂൾ മാറിയപ്പോൾ രണ്ടുപേരും പിരിഞ്ഞു. തുടർന്ന് രണ്ടുപേരും 2 വഴിക്കായി. ഒരേ പ്രദേശത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത് എങ്കിലും ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. അനിലയ്ക്ക് വിവാഹപ്രായം എത്തിയ സമയത്ത് വീട്ടുകാർ പറഞ്ഞൊരാളെ അനില വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ അനിലയ്ക്ക് 2 മക്കളുമുണ്ട്. ഇതേപോലെ തന്നെയാണ് സുദർശന്റെ കാര്യവും. സുദർശനും വിവാഹം കഴിഞ്ഞു. ആ വിവാഹത്തിൽ സുദർശനും 2 മക്കളുണ്ട്. രണ്ടുപേരും അവരവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പഴയ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച എല്ലാവരും കൂടെ ഒത്തുചേരുന്നു എന്നുള്ള വാർത്ത രണ്ടുപേരുടെയും ചെവിയിൽ എത്തുകയാണ്. പഴയ എല്ലാ കുട്ടികളെയും ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റീയൂണിയൻ ദിവസം 2 പേരും ഈ പറയുന്ന സ്കൂളിലേക്ക്, അവർ പഠിച്ച ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് പരിചയം പുതുക്കി. പഴയ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കാനായി തുടങ്ങി. ബാക്കിയുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ആ ഒരു കൂടിക്കാഴ്ച ഒരു നൊസ്റ്റാൾജിയ മാത്രമാക്കി എടുത്തപ്പോൾ അനിലയും സുദർശനും മാത്രം അത് വളരെ സീരിയസ് ആക്കി എടുത്തു. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ 2 പേരും ഫോണിൽ സംസാരിക്കാനും നേരിൽ കാണാനും തുടങ്ങി.
മറ്റാരും അറിയാതെ. പക്ഷേ ഒരു ദിവസം ഇവരുടെ ഈ ബന്ധം രണ്ടുപേരുടെയും വീട്ടിൽ പിടിച്ചു. അനിലയുടെ വീട്ടുകാരും ഭർത്താവും നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അനിലയെ ഇതിൽ നിന്നും തിരുത്തി. എന്നാൽ സുദർശന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സുദർശന്റെ ഭാര്യ 2 മക്കളെയും കൊണ്ട് ആ വീട് വിട്ടിറങ്ങി. വീട്ടുകാരും ഭർത്താവും അനിലയെ ഉപദേശിച്ചത് കൊണ്ട് തന്നെ അനില സുദർശനുമായിട്ടുള്ള ആ ഒരു ബന്ധം നിർത്തി. പക്ഷേ സുദർശനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമായിരുന്നില്ല. അയാളുടെ ഭാര്യ പോയത് കൊണ്ട് തന്നെ സുദർശൻ എപ്പോഴും അനിലയുടെ പുറകെ നടക്കാനായി തുടങ്ങി. അനില സുദർശനോട് പലതവണ ഇനി ഇത് നമുക്ക് വേണ്ട, മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടും അത് കേൾക്കാനായിട്ട് സുദർശൻ തയ്യാറായിരുന്നില്ല. അയാൾക്ക് വീണ്ടും അനിലയെ കാണണമായിരുന്നു, ഫോണിൽ സംസാരിക്കണമായിരുന്നു. സുദർശൻ അനിലയെ ഒരുപാട് ശല്യം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അനിലയുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സുദർശനെതിരെ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ അനിലയെ ഒരുപാട് ശല്യപ്പെടുത്തുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് പോലീസുകാർ സുദർശനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു താക്കീത് കൊടുത്ത് വിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും സുദർശൻ പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും അനിലയുടെ പുറകെ നടന്നുകൊണ്ടേയിരുന്നു. അനിലയെക്കുറിച്ചും സുദർശനെക്കുറിച്ചും ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത എത്തുകയാണ്. അന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ആൾ താമസമില്ലാത്തൊരു വീട്ടിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു എന്നതാണ് ആ വാർത്ത. പോലീസുകാർ അന്നൂരിലെ ആൾ താമസമില്ലാത്ത ആ വീട്ടിലെത്തിയിട്ട് ആ വീട്ടിൽ കിടക്കുന്ന സ്ത്രീയുടെ ശരീരം പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി. ആ സ്ത്രീയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച ശേഷമാണ് ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുഖത്ത് ഒരുപാട് മർദ്ദിച്ചത് കൊണ്ട് തന്നെ മുഖമെല്ലാം തന്നെ പൊട്ടി ചോര ഒലിച്ചിട്ടുണ്ട്. അത് മാത്രമല്ലാതെ മുഖമെല്ലാം തന്നെ നല്ല രീതിയിൽ വീർത്തിട്ടുണ്ട്. അത് ആരാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ഉടൻ തന്നെ അനിലയുടെ സഹോദരനെ ആ വീട്ടിലേക്ക് പോലീസുകാർ വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കണ്ടപ്പോൾ അത് തൻ്റെ അനുജത്തിയാണ് എന്ന് മനസ്സിലാക്കാനായി കഴിഞ്ഞില്ല. കാരണം മുഖമെല്ലാം തന്നെ ആ രീതിയിലായിരുന്നു. മുഖം നന്നായി വീർത്തിട്ടുണ്ടായിരുന്നു. കണ്ണിൻ്റെ ഇതിൽ കൂടെ എല്ലാം തന്നെ രക്തം നല്ല രീതിയിൽ ഒലിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ കൈയെല്ലാം തന്നെ ഈ പറയുന്ന മർദ്ദനം തടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, കൈയെല്ലാം തന്നെ നല്ല രീതിയിൽ പൊട്ടി നാശമായിട്ടുണ്ട്. പക്ഷേ കുറച്ച് നേരം വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ അവസാനം ആ സഹോദരന് മനസ്സിലായി അത് തൻ്റെ അനുജത്തി തന്നെയാണ് എന്ന്. തൻ്റെ അനുജത്തിയായിട്ടുള്ള അനിലയാണ് ഈ കിടക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ ശേഷം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഡ്രസ്സല്ല ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്ന്. പക്ഷേ അനിലയുടെ ബാഗും പേഴ്സും ചെരുപ്പും എല്ലാം തന്നെ ആ സഹോദരൻ തിരിച്ചറിഞ്ഞു. അനില എങ്ങനെയാണ് അനിലയുടെ വീട്ടിൽ നിന്നും 22 കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ ഈ വീട്ടിലേക്ക് എത്തിപ്പെട്ടത്, ആരാണ് ഈ വീട്ടിലേക്ക് അനിലയെ കൊണ്ടുവന്നത്, ആരുടേതാണ് ഈ വീട് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസുകാർ അടുത്തതായിട്ട് അന്വേഷിച്ചത്. അനില മരിച്ചു കിടക്കുന്ന ആളൊഴിഞ്ഞ വീട്ടിനടുത്തുള്ള CCTV വിഷ്വൽസ് എല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ അനിലയെ ബൈക്കിൽ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സുദർശനാണ് എന്ന് പോലീസുകാർക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ആൾതാമസമില്ലാത്ത ആ വീട് ആരുടേതാണെന്ന് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ അത് സുദർശന്റെ സുഹൃത്തിന്റെ വീടാണെന്നും പോലീസുകാർ കണ്ടെത്തി. സുദർശന്റെ സുഹൃത്ത് ഫാമിലിയുമായിട്ട് കുറച്ച് ദിവസത്തേക്ക് ടൂർ പോയതാണ്. ആ സമയത്ത് തന്റെ വീട് നോക്കാനായിട്ട് ആ സുഹൃത്ത് സുദർശനെ ഏൽപ്പിച്ചതാണ്. ആ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്, അതിന് ഭക്ഷണം കൊടുക്കാനും പിന്നെ വീടിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാൻ വേണ്ടിയിട്ടും. മെയ് 4, 2024 ആ ദിവസം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന പോലീസുകാരുടെ തിയറി ഇതാണ്. തന്റെ പ്രണയവും ആവശ്യവും അനില നിരസിക്കുന്നത് കൊണ്ട് തന്നെ അനിലയോട് സുദർശന് അടങ്ങാത്ത ദേഷ്യം തോന്നുകയാണ്. അനിലയുമായിട്ടുള്ള ബന്ധം കാരണം കുടുംബം പോലും നഷ്ടപ്പെട്ട സുദർശൻ അനിലയെ കൊലപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനമായിട്ട് ഒരു ദിവസം തൻ്റെ കൂടെ കഴിയണമെന്ന് സുദർശൻ അനിലയോട് ആവശ്യപ്പെടുകയാണ്. അവസാനം മറ്റ് വഴിയൊന്നും ഇല്ലാതെ അനില അതിന് സമ്മതം മൂളുകയും ചെയ്യുന്നു. മെയ് 4, 2024 ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ അനില നേരെ പോയത് വഴിയരികിൽ കാത്തു നിൽക്കുന്ന സുദർശന്റെ അരികിലേക്കാണ്. സുദർശന്റെ ബൈക്കിൽ കയറിയ അനിലയെ സുദർശൻ നേരെ കൊണ്ടുപോയത് തൻ്റെ സുഹൃത്തിൻ്റെ ആളൊഴിഞ്ഞ വീട്ടിലേക്കാണ്. ഇങ്ങനെ പോകുന്ന വഴിക്കായിരിക്കണം അനില താൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയുടെ മൊബൈൽ നമ്പറിലേക്ക് ഞാനിന്ന് ലീവാണ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവർ രണ്ടുപേരും സുദർശന്റെ സുഹൃത്തിൻ്റെ അന്നൂരിലുള്ള ആ ഒരു ആളൊഴിഞ്ഞ വീട്ടിലെത്തുന്നു. ഏകദേശം ഉച്ച 1:30 വരെ അവർ ആ വീട്ടിൽ ചെലവഴിക്കുന്നു. 1:30 അനില തൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് മക്കളോട് ഭക്ഷണം കഴിച്ചില്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത ശേഷമാണ് കൊലപാതകം ആ വീട്ടിൽ നടന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനിലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 2 മണി മുതൽ 2:30 വരെയുള്ള ആ ഒരു സമയത്തിനിടയ്ക്കാണ് കൊലപാതകം നടന്നത് എന്നാണ്. ഇരുമ്പ് വടി കൊണ്ടും മറ്റു ചില ആയുധങ്ങൾ കൊണ്ടും അനിലയെ ഒരുപാട് മർദ്ദിച്ച് അവശയാക്കിയ ശേഷം അനിലയുടെ ഷാള് കൊണ്ട് തന്നെ ആ ഒരു അനിലയുടെ കഴുത്ത് ഞെരിച്ചിട്ടാണ് അനിലയെ കൊലപ്പെടുത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശ്വാസം മുട്ടിയാണ് അനില മരിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ അനിലയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അവരെ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്. അവരുടെ മുഖമെല്ലാം തന്നെ പൊട്ടി നാശമായിട്ടുണ്ട്. അവരെ തല്ലുന്നതിനിടയ്ക്ക് അവർ കൈ കൊണ്ട് തടുത്തതായിരിക്കാം. അവരുടെ കൈയെല്ലാം തന്നെ
തന്നെ പൊട്ടി ചതഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അനില വീട്ടിൽ നിന്നും ധരിച്ചു വന്ന വസ്ത്രമല്ല മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ശരീരത്തുള്ളത് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് അവർ ധരിച്ചു വന്ന ആ ഒരു വസ്ത്രം എങ്ങാനും ഉണ്ടോ എന്ന് എല്ലാവരും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടു കിട്ടിയിട്ടില്ല. അനിലയെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം സുദർശൻ നേരെ പോയത് ബീവറേജിലേക്കാണ്. അവിടെ ചെന്നിട്ട് 2 ലിറ്ററോളം മദ്യം ഇയാൾ മേടിക്കുന്നുണ്ട്. ബീവറേജിലുള്ള CCTV വിഷ്വൽസിൽ അയാളുടെ ആ ഒരു ഫേസ് പതിഞ്ഞിട്ടുണ്ട്. വാങ്ങിയ ആ മദ്യവുമായിട്ട് സുദർശൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണ് അയാൾ നേരെ പോയത്. ഒരു പക്ഷേ പുലർച്ചെ വരെ അയാൾ മദ്യപിച്ചിട്ടുണ്ടാവാം. ഇത്തരത്തിൽ മദ്യപിച്ച ശേഷമാണ് പിറ്റേ ദിവസം പുലർച്ചെ 2 മണിയോടുകൂടി ഇയാൾ ഈ പറയുന്ന ആ ഒരു റബ്ബർ കാർഡിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് കയറെല്ലാം തന്നെ മേടിച്ചിട്ടാണ് വന്നത്. അവിടെയുള്ള മരത്തിൽ കെട്ടിത്തൂങ്ങുന്നത്. അനിലയുടെ ശരീരം കണ്ടെത്തുന്നതും തൊട്ടടുത്ത ദിവസം 5-ാം തീയതി 10 മണിയോടുകൂടിയാണ്. ഈ കേസ് പൂർണ്ണമായും മനസ്സിലാക്കിയതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റുള്ളത്? അതോ 2 പേരും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മൾ മുമ്പുള്ള കാലഘട്ടത്ത് ഒരാളെ പ്രണയിച്ചിട്ടുണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് അവരായിട്ടുള്ള ആ ഒരു കണക്ഷൻ അപ്പോൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതെടുത്ത് പുതുക്കി പണിയാനായി തുടങ്ങിക്കഴിഞ്ഞാൽ ആ സാഹചര്യമായിരിക്കില്ല ഈ സാഹചര്യം. രണ്ടും ഒരുപാട് വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാ ജീവിതവും ഇല്ലാതാവും. കഴിഞ്ഞ കാര്യങ്ങൾ വെറും ഓർമ്മകൾ മാത്രമായിരിക്കണം. ഇപ്പോഴെന്താണോ ഉള്ളത്, ഇപ്പോൾ എന്താണോ പ്രസൻറ്റ് ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളത്, അത് മാത്രമാണ് സത്യം. മുമ്പുള്ളതെല്ലാം തന്നെ ആ വഴിക്ക് പോയതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.